കയ്യിലിരിക്കേണ്ട മണിയാർ ജലവൈദ്യുതി പദ്ധതി സംസ്ഥാന സർക്കാർ വിട്ടുകളഞ്ഞാൽ 50% പുനരുപയോഗ വൈദ്യുതി എന്ന ലക്ഷ്യം വൈകും. 2030 കേരളം ലക്ഷ്യം നേടണമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. പുതിയ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങാൻ കഴിയാത്ത അവസരത്തിലാണ് മണിയാർ പദ്ധതി സർക്കാർ തന്നെ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതുന്നത്. അതുതന്നെയാണ് അഴിമതി എന്ന സംശയം ഉയർത്തുന്നത്. മണിയാർ ജലവൈദ്യുതി പദ്ധതി ഒരു ചെറിയ പദ്ധതിയാണെന്ന് തോന്നാം. ചെറിയ പദ്ധതി തന്നെയാണ്. പക്ഷെ ആ പദ്ധതി വൈദ്യുതി ബോർഡിന് സർക്കാർ കൈമാറാതിരുന്നാൽ കേരളത്തിനുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. മണിയാർ ജലവൈദ്യുതി പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 12 മെഗാവാട്ട് വൈദ്യുതിയാണ്. ജലവൈദ്യുതി പദ്ധതി നിർമ്മിച്ച് കഴിഞ്ഞ 30 വർഷമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന സ്വകാര്യ കമ്പനിയാണ്. 2024 ഡിസംബർ 31 കരാർ കാലാവധി അവസാനിച്ചു. പക്ഷേ വൈദ്യുതി വകുപ്പിന്റെയും മന്ത്രിയുടെയും എതിർപ്പ് വകവയ്ക്കാതെ 25 വർഷത്തേക്ക് കൂടി കാർബോറണ്ടം കമ്പനിക്ക് തന്നെ മണിയാർ പദ്ധതി കൊടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനം. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നത് മാത്രമല്ല, മറ്റൊരു വലിയ നേട്ടം കൂടിയാണ് സർക്കാർ കൈവിടുന്നത്. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 12 മെഗാവാട്ട് വൈദ്യുതിയാണ്. പക്ഷെ ആ പദ്ധതി സർക്കാർ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതിയാൽ ആ 12 മെഗാവാട്ട് കുറയും. പുനരുപയോഗ വൈദ്യുതി കൂടുതലായി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ കാലം ഇനിയും ഏറെ എടുക്കും. വെറുതെ പറയുന്നതാണെന്ന് കരുതേണ്ട. ഊർജ്ജ രംഗത്ത് കേരളം കൈവരിക്കേണ്ട RPO എന്നൊരു വിഷയമുണ്ട്. റിന്യൂവബിൾ പവർ ഒബ്ലിഗേഷൻ, പുനരുപയോഗ വൈദ്യുതി ബാധ്യത. കേന്ദ്ര സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും നിശ്ചയിച്ചതാണ്. ഇക്കൊല്ലം ജലവൈദ്യുതി, സൗരോർജ്ജം തുടങ്ങിയ കേരളത്തിന്റെ പുനരുപയോഗ വൈദ്യുതി ഉൽപാദനം 37% ആക്കണം. 2030 ആകുമ്പോൾ 50% ഉയരണം. അതിനാൽ കയ്യിൽ വന്ന ഒരു പദ്ധതി സർക്കാർ വലിച്ചെറിയുന്നതിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരിൽ സംശയം ശക്തമാണ്. എഗ്രിമെന്റ് അനുസരിച്ച് മണിയാർ ജനുവരി മാസം മുതൽ സർക്കാരിന് അല്ലെങ്കിൽ KSEBക്ക് അവകാശപ്പെട്ടതാണ്. ഏറ്റെടുക്കൽ നടപടികൾ ഇനിയും വൈകിപ്പിച്ചാൽ അത് മുരുകപ്പ ഗ്രൂപ്പിനെ സഹായിക്കാനാണെന്നത് കരുതേണ്ടി വരും. പുതിയ ജലവൈദ്യുതി പദ്ധതികൾ നടപ്പാക്കാൻ എളുപ്പമല്ലാത്ത ഈ കാലത്താണ് കയ്യിലിരിക്കേണ്ട ഒരു പദ്ധതി സർക്കാർ ഒഴിവാക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധിയുടെ ഈ കാലത്ത് വൈദ്യുതി ബോർഡിന്റെ കയ്യിലേക്ക് വന്നു കിട്ടിയിരിക്കുന്ന പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുതി പദ്ധതി. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ യൂണിറ്റിന് 50 പൈസ മാത്രമാണ് ചെലവ് വരിക. അങ്ങനെയുള്ള നേട്ടങ്ങൾ മാത്രമുള്ള ഒരു പദ്ധതി സർക്കാർ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.